അത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് സി കൃഷ്ണകുമാർ തന്നെ മാധ്യമങ്ങളോട് വിശദീകരിച്ചു കഴിഞ്ഞു. അതിൽ കൂടുതൽ ഒന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ചെല്ലാം അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളൊക്കെ വിചാരിച്ചെന്തറിയോ, എന്തോ വലിയ ബോംബുമായിട്ട് വരിക എന്നാണ്. ഞാനൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇപ്പോഴത്തെ ഈ പടക്കമൊക്കെ വരുന്നതിന്റെ മുൻപുള്ളൊരു കാലമുണ്ട്. ഞങ്ങൾ ചെറിയ ഡപ്പിയിൽ ഈ കല്ലുകൊണ്ട് കുത്തിയിട്ട് പൊട്ടിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു പൊട്ടാസ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ വലിയ ബോംബ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ ലോകത്ത് എവിടെയാണ് ഒന്നും അറിയാത്ത ആൾക്കാർ. കോടതി ഒരു സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ഉണ്ടായ ഒരു പരാതി, ആ പരാതി കോടതി അടക്കം അത് പരിശോധിച്ച് തീരുമാനം പറഞ്ഞു കഴിഞ്ഞ ഒരു കേസ് സംസ്ഥാന പ്രസിഡന്റിന് പരാതി കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് ഉചിതമായിട്ടുള്ള നടപടിയെടുക്കും. 2014 എന്ത് പരാതിയാണ്? ഞാൻ പറയട്ടെ, അതല്ലേ കോടതി പോയല്ലോ. അല്ല, പാർട്ടിയല്ല, BJP. അതായത് ഒരു ഇഷ്യൂവില് കോടതിയിൽ പരാതി പോയി, പോലീസ് സ്റ്റേഷനിൽ പരാതി പോയി, പിന്നെ പാർട്ടിയല്ലല്ലോ, പോലീസ് അന്വേഷിച്ചു. രണ്ടും ഉണ്ടെന്ന്. പക്ഷേ കൃഷ്ണകുമാറിന്റെ പത്രസമ്മേളനം ഒന്നും കൂടി നിങ്ങളെല്ലാരും കേൾക്കുക, എന്നിട്ട് നിങ്ങൾക്ക് സംശയം കേട്ടോ, അത് കേട്ടോ, പത്രസമ്മേളനം കേട്ടോ, ഫുൾ കേട്ടോ, എന്നിട്ട് എന്താ കിട്ടിയ മറുപടി? രണ്ട് പറയുന്നില്ലേ? എന്റെ അത് സംസ്ഥാന പ്രസിഡന്റ് ഉചിതമായ നടപടി എടുക്കും ഞാൻ പറഞ്ഞല്ലോ. അല്ല, സംസ്ഥാന പ്രസിഡന്റിന് കിട്ടിയ പരാതിയെ കുറിച്ച് ഞാനല്ലല്ലോ മറുപടി പറയേണ്ടത്. സംസ്ഥാന പ്രസിഡന്റ് ഓൾറെഡി അത് അക്നോളജ് ചെയ്തു. ഇനി അദ്ദേഹം ഉചിതമായിട്ടുള്ള നടപടി എടുക്കും. ഇന്നിപ്പോ ഒരു പരാതി ഉയർന്നു വന്നത്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വിവാദം ഉയർന്നിട്ടുണ്ട്. അതിന് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബോധപൂർവമായ ഒരു വിവാദം ഉണ്ടാക്കിയതാണെന്ന് തോന്നലുണ്ടോ? പാർട്ടിക്കുള്ളിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം തീരുമല്ലോ. ജനങ്ങളുടെ മുന്നിൽ ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഇൻസിഡന്റ്സ്, ഒരാളുമായിട്ടുള്ളതല്ലല്ലോ ഇപ്പൊ ഇഷ്യൂ. എത്രയോ സ്ത്രീകൾ ഒരാൾക്കെതിരായിട്ട് പരാതിപ്പെടുന്നു. അങ്ങനെയാണോ ഒരു ജനപ്രതിനിധി ഉണ്ടാവേണ്ടത്? ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരാള് എങ്ങനെയാ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കേണ്ടത്? അപ്പൊ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി ഉണ്ടായോ, ഇതൊന്നുമല്ല പ്രശ്നം. ഒരു ജനങ്ങളുടെ ഇടയിൽ പൊതുപ്രവർത്തകനായിട്ട് നിൽക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ ജനങ്ങളുടെ മുന്നിൽ മാതൃകയായിട്ട് ജീവിക്കേണ്ട ഒരാളാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരാൾ ജനപ്രതിനിധിയായിട്ട് തുടരരുത്. അതല്ലാതെ ഞങ്ങള് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി, ഞങ്ങൾ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി, അതൊക്കെ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ്. കോൺഗ്രസില് കൊള്ളക്കാരനും അഴിമതിക്കാരനും സ്ത്രീ പീഡകനും അങ്ങനെയുള്ള ആളുകളെ മെമ്പർഷിപ്പ് കൊടുക്കണോ വേണ്ടിയോ എന്നൊക്കെ അവര് തീരുമാനിക്കുക. ജനങ്ങളുടെ പ്രശ്നം, ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ആരായിരിക്കണം, അതിങ്ങനെയുള്ള ആളുകൾ പാടില്ല. ശരി, ഇപ്പോൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് സി കൃഷ്ണകുമാറിനെതിരെ പരാതി വന്നിരിക്കുന്നതിൽ അതിനെക്കുറിച്ച് ആ പത്രസമ്മേളനം ഒന്നും കൂടി കേട്ടു. ഇതേ നിലപാട് തന്നെയായിരിക്കും. എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ BJP നേതൃത്വം ഇതേ നിലപാട് തന്നെയായിരിക്കും. കൃഷ്ണകുമാറിന്റെ പത്രസമ്മേളനം കേട്ടു. അല്ല, കോടതി പറഞ്ഞതല്ലേ, കോടതി വിധി എടുത്ത് വായിച്ചു. അപ്പൊ അത് മറുവിശദീകരണം നിങ്ങൾ അന്വേഷിക്കും. അല്ലെന്ന് കോടതി പറഞ്ഞല്ലോ. ആദ്യം ഇപ്പോ എന്തറിയോ, ഇപ്പൊ നടക്കുന്ന ചർച്ചകൾ എന്താ? പൊതുസമൂഹത്തിൽ മുന്നിട്ടുള്ള കാര്യങ്ങൾ. കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ എന്താ? ഇതെല്ലാം പരിശോധിച്ചു. 10 കൊല്ലത്തിനിടയിൽ പോലീസ് അന്വേഷണം നടത്തി. ഉമ്മൻചാണ്ടിയുടെ പോലീസ് അന്വേഷിച്ചു, പിണറായി വിജയന്റെ പോലീസും അന്വേഷിച്ചു. ഇനി നിങ്ങൾക്ക് വേറെ പുതിയ പോലീസ് വല്ലതും കൊണ്ടുവരാനുണ്ടെങ്കിൽ കൊണ്ടുവന്ന് അന്വേഷിക്കും. അത്രേ ഉള്ളൂ. ഈ ഇങ്ങനെയുള്ള സാധനം എടുത്തിട്ട് ബോംബ് എന്ന് പറഞ്ഞ് നടക്കരുത്. ബോംബ് എന്നുള്ള പേര് കേൾക്കുമ്പോണ്ടല്ലോ ആളുകളുടെ മനസ്സിലൊരു വലിയൊരു സംഭവമാണെന്നുള്ള ധാരണയാണ്. അതെനിക്കറിയില്ല. ആരെ കുറിച്ച് പറഞ്ഞു? പരാതിക്കാരിയെ കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കൃത്യമായിട്ട് പറയുന്നുണ്ടോ? അവിടെ തന്നെ നിങ്ങൾ ചോദിക്കാരുന്നില്ലേ? ചോദിച്ചോ? അത്
നിങ്ങൾ ചോദിച്ചോ നിങ്ങളുടെ ഏതാ ANI അല്ലേ? ANIക്ക് അവിടെ ANI എവിടെയാണ് 24? അവിടെ 24 ആളില്ലായിരുന്നോ? അല്ലല്ല ഈ തരത്തിൽ ദുർവ്യാഖ്യാനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടരുത്. CPM-ന്റെ ഈ കാപ്സ്യൂൾ ഉണ്ടല്ലോ, ആ കാപ്സ്യൂൾ എടുത്തിട്ട് വരരുത് കേട്ടോ. മോൻ പഠിക്ക് ഇതൊക്കെ പത്രപ്രവർത്തനം.